So, we will discuss S4 Maths numerical methods Newton-Raphson method. So, we will study Newton-Raphson method. We will study equations x square plus 3x plus 2 equal to 0 equations, s cube plus something equal to 0 equations, e raised to x plus something equal to 0 equations. So, we will solve x in the root. If x square plus 3x plus 2 equal to 0, we will solve minus b plus or minus root of b square minus 4ac by 2a. We will solve the equation. That's why we will calculator. Now, I will calculator the answer. So, I will equation x square plus 3x plus 2. I will coefficient x square coefficient 1, x coefficient 3, constant coefficient 2. This is minus 1, minus 2. So actually, this calculator values substitute the answer. But this calculator answer. And this calculator program. This calculator program program. That program input the method Newton-Raphson method. So, we will Newton-Raphson method we will calculator program entry mathematically. So, we will x square plus 3x plus 2 minus 1 minus 2 ആണ്. So, that is Newton-Raphson method വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ Newton-Raphson മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് Newton-Raphson മെത്തേഡ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാവുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാം Newton-Raphson മെത്തേഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു Newton-Raphsonൻ്റെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. Newton-Raphsonൻ്റെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. സോ Newton-Raphsonൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ തരുമായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 സോൾവ് യൂസിങ് Newton-Raphson മെത്തേഡ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 സോൾവ് യൂസിങ് Newton-Raphson മെത്തേഡ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഇക്വേഷന് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. അതാണ് ഇവിടെ സ്റ്റെപ്പ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ. സോ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് എഴുതുക. ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് എഴുതുക. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷന് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നിട്ട് അതിനെ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതുക. ഇനി അടുത്തത് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതൊരു കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എയും ബിയും ചൂസ് ചെയ്യുക. എയും ബിയും ചൂസ് ചെയ്യുക. ഇപ്പോൾ വാല്യൂസാണ് ഉദ്ദേശിക്കുന്നത്. എയ്ക്ക് ഒരു വാല്യൂ ബിക്ക് ഒരു വാല്യൂ അങ്ങനെ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്തതിന് ശേഷം എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുക. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെന്ന് ഉറപ്പ് വരുത്തണം. എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റെപ്പ് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷേ കണക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. എയും ബിയും ചൂസ് ചെയ്യുക. എഫ് ഓഫ് എ എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് വൈറ്റൽ സ്റ്റെപ്പ്. അതായത് നമ്മുടെ Newton-Raphson മെത്തേഡിൻ്റെ ഇക്വേഷനാണ് നമ്മുടെ മോസ്റ്റ് വൈറ്റൽ സ്റ്റെപ്പ്. Newton-Raphsonൻ്റെ ഇക്വേഷൻ അതെന്താണ്? എക്സ് ഓഫ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ. ഒന്നുകൂടെ പറയാം. എക്സ് ഓഫ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മാറും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എയും ബിയും എന്ന് പറയുന്ന വാല്യൂസിൽ എയ്ക്ക് x0 എന്ന് ഇട്ട് കൊടുക്കുക. എയ്ക്ക് x0 എന്ന് ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ Newton-Raphson മെത്തേഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അവിടെ ഉള്ള എയ്ക്ക് നമ്മൾ x0 എന്ന് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x1 x2 x3 x4 എക്സെട്ര കണ്ടുപിടിച്ചിട്ട് സക്സസീവ് ആയിട്ടുള്ള ടേംസ് ഇപ്പോൾ x3 x4 ആവാം, ചിലപ്പോൾ x5 x6 ആവാം, അവർ ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അവർ ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. സോ നമ്മുടെ Newton-Raphson മെത്തേഡ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഇക്വേഷൻ ഡെറിവേറ്റീവിന് എഫ് ഡാഷ് എക്സ് എന്ന് കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് ഒരു കൺഫ്യൂസിങ് സ്റ്റെപ്പാണ്.
എയും ബിയും സെലക്ട് ചെയ്യുക, എഫ് ഓഫ് എ എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക, എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെന്ന് ചെക്ക് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് വൈറ്റൽ സ്റ്റെപ്പ്, എക്സ് ഓഫ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ. അതിൽ മുകളിൽ പറഞ്ഞ എ എന്ന് പറയുന്ന വാല്യൂ x0 ആയിട്ട് ചൂസ് ചെയ്യുക. അടുത്തത് x1 x2 x3 അങ്ങനെ കണ്ടുപിടിച്ചിട്ട് സക്സസീവ് എലമെൻറ്റ്സ് സെയിം ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ x2 x3 ഈക്വൽ ആവുന്നോ, അല്ലെങ്കിൽ x3 x4 ഈക്വൽ ആണോ, അല്ലെങ്കിൽ x4 x5 ഈക്വൽ ആണോ, അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവസാനം ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കമ്പ്യൂട്ട് ദ റിയൽ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 അപ് ടു 5 ഡെസിമൽ പ്ലേസസ് ആണ്. കറക്റ്റ് അപ് ടു 5 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ക്വസ്റ്റിനിൽ തന്നെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 1 ക്വസ്റ്റിനിൽ തന്നെ കിട്ടി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5യുടെ ഡെറിവേറ്റീവ് എന്താണ്? എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², 2xൻ്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ 3x² മൈനസ് 2 ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോസ്റ്റ് കൺഫ്യൂസിങ് സ്റ്റെപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക. നിങ്ങളിപ്പോൾ ഈ കണക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുക്കും പേനയും കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാൽക്കുലേറ്റർ എടുക്കുക. ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാനിപ്പോൾ ഫീഡ് ചെയ്യാൻ പോവുകയാണ് നമ്മളെ കോഎഫിഷ്യൻസ്. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 1, x² ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് 0, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -2, കോൺസ്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് -5. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ഒരു വാല്യൂ 2.09455, മറ്റൊരു വാല്യൂ -1.0472 പ്ലസ് 1.13i, മറ്റൊരു ഉത്തരം -1.0472 മൈനസ് 1.1359 എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒരു റിയൽ റൂട്ട് കിട്ടി. ബാക്കി 2 റൂട്ട്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ കാണാം, ഫൈൻഡ് ദ റിയൽ റൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിയൽ റൂട്ട് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് വേണ്ട ഉത്തരം ഉത്തരമാണ് 2.09455 എന്നുള്ള ഉത്തരമാണ്. സോ അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ഉത്തരം എത്രയാണ്? 2.09455 ആണ്. അപ്പോൾ നമ്മൾ വാല്യൂസ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 1 2 3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ആദ്യം എക്ക് 0 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഉത്തരം -5 ആണ്. അടുത്ത 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു -8. അവിടെ ഞാൻ ആ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെന്ന് ചെക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള സ്റ്റെപ്പിനേക്കാളിലും കുറവാണ്. മുകളിലുള്ള സ്റ്റെപ്പ് താഴെയുള്ള സ്റ്റെപ്പിനേക്കാളിലും കുറവാണെന്ന് തെളിയിക്കണം. അതുമാത്രമല്ല ഓപ്പോസിറ്റ്ലി സൈൻഡും ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണം. അവർ ഓപ്പോസിറ്റ്ലി സൈൻഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണം. ഇപ്പോൾ എഫ് ഓഫ് 0യും എഫ് ഓഫ് 1 എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഓപ്പോസിറ്റ്ലി സൈൻഡ് അല്ല. ഇനി അടുത്ത് എഫ് ഓഫ് 2 എത്ര? എഫ് ഓഫ് 2 -1 ആണ്. ഇനി എഫ് ഓഫ് 1 നെഗറ്റീവ്, എഫ് ഓഫ് 2 നെഗറ്റീവ്, ഓപ്പോസിറ്റ്ലി സൈൻഡ് അല്ല. ഇനി അടുത്തത് എഫ് ഓഫ് 3 എത്ര? +16. അപ്പോൾ +16 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 2 എഫ് ഓഫ് 3 നോക്കുമ്പോൾ ഓപ്പോസിറ്റ്ലി സൈൻഡാണ്. എഫ് ഓഫ് 2 നെഗറ്റീവാണ്, എഫ് ഓഫ് 3 പോസിറ്റീവാണ്. ഇനി രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് മുകളിലുള്ള ആൾ താഴെയുള്ള ആളിനേക്കാട്ടിലും ചെറുതാണ്. സോ -1 ലെസ് ദാൻ 16 ആണ്. കറക്റ്റാണ്, -1 ലെസ് ദാൻ 16 ആണ്. സോ ഇതാണ് മോസ്റ്റ് കൺഫ്യൂസിങ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുകളിലുള്ള ആൾ താഴെയുള്ള ആളിനെക്കാട്ടിലും കുറവായിരിക്കണം, അതേസമയം ഓപ്പോസിറ്റ്ലി സൈൻഡും ആയിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ ആ റേഞ്ചിലുള്ള വാല്യൂസൊക്കെ ഇട്ട് നോക്കണം. ഇപ്പോൾ 2.09455 ആണെങ്കിൽ 2നും 3നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ 0 1 2 3 ഒക്കെ ഇട്ട് നോക്കിയിട്ട് അത് തെളിയിക്കണം. 2നും 3നും ഇടയിലാണ് നമ്മുടെ വാല്യൂ. അപ്പോൾ അത് തെളിയിക്കണമെങ്കിൽ ഓപ്പോസിറ്റ്ലി സൈൻഡും ആയിരിക്കണം, മുകളിലുള്ള ആൾ താഴെയുള്ള ആളിനെക്കാട്ടിലും കുറവായിരിക്കണം. സോ നമ്മുടെ എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 3 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ A2 എന്ന് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു A2 ആണെങ്കിൽ x0 2 ആണ്. അപ്പോൾ നമുക്കിവിടെ x0 2 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഫോർമുലയിലോട്ട് പോകാം. എക്സ് ഓഫ് n + 1 എന്ന് പറയുന്നത് എക്സ് ഓഫ് n മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ. അപ്പോൾ എന്നിന് 0 ഇട്ട് കൊടുത്താലോ? എക്സ് ഓഫ് 0 + 1, അത് എക്സ് ഓഫ് 1 തന്നെയാണ്. എക്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് x0. നമുക്ക് കിട്ടിയ x0 എത്രയാണ്? 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് അവിടെ സ്റ്റെപ്പിൽ കാണാം 2 മൈനസ് -1/10. ആ -1 എങ്ങനെ കിട്ടി? എഫ് ഓഫ് എക്സിൽ നമ്മൾ 2 എന്ന് ഇട്ട് കൊടുത്തു, എഫ് ഡാഷ് എക്സിൽ 2 എന്ന് ഇട്ട് കൊടുത്തു. എഫ് ഓഫ് എക്സ് 2 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ -1 കിട്ടി, എഫ് ഡാഷ് എക്സിൽ 2 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ 10 എന്ന് കിട്ടി.
അങ്ങനെയാണ് നമുക്ക് -1/10 എന്ന് കിട്ടിയത്. അപ്പോൾ 2 - -1/10. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 2.1 എന്ന് കിട്ടും. ഇനി നമ്മൾ ലാസ്റ്റ് വൈറ്റൽ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ x1 x2 x3 x4 ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ മുകളിലത്തെ വാല്യൂവും താഴത്തെ വാല്യൂവും നമ്മൾ ഈക്വൽ ആവും. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ x1 കണ്ടുപിടിച്ചു. ഇനി x2 എന്തായിട്ട് മാറും? x2 = അതിൻ്റെ പ്രീവിയസ് നമ്പർ. x2 പ്രീവിയസ് നമ്പർ എന്താണ്? x1. x2 = x1 - f(x1/f'(x1). നമുക്ക് ഇപ്പോൾ കിട്ടിയ x1ൻ്റെ വാല്യൂ എത്ര? 2.1. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2.1 - f(2.1/f'(2.1). അത് ചെയ്യുമ്പോൾ 2.09456. മുകളിലത്തെ വാല്യൂ താഴത്തെ വാല്യൂ കമ്പയർ ചെയ്യുക. മുകളിലത്തെ വാല്യൂ 2.1, താഴത്തെ വാല്യൂ 2.09456. ശരിയല്ല. ഇനി x3 കണ്ടുപിടിക്കുക. x3 = പ്രീവിയസ് വാല്യൂ x2 - f(x2/f'(x2). x2 എത്രയാണ്? 2.09456. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.09456 - f(2.09456/f'(2.09456). ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2.09455 എന്ന് കിട്ടും. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് കറക്റ്റ് അപ് ടു 5 ഡെസിമൽ പ്ലേസസ്. ആ 5 ഡെസിമൽ പ്ലേസസും എന്തായിരിക്കണം? ഈക്വൽ ആണെങ്കിൽ മാത്രം. അപ്പോൾ നമുക്ക് x2 x3 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി x4 പോവുക. സോ x4 = x3 - f(x3/f'(x3). ഇതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 2.09455 എന്ന് കിട്ടും. അപ്പോൾ x3 x4 ഈക്വൽ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2.09455. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. f(x) ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. അതിൽ നിന്ന് f'(x) കണ്ടുപിടിക്കുക. ഇവിടുത്തെ കേസിൽ f'(x) എന്ന് പറയുന്നത് 3x² - 2 എന്നാണ്. ഇനി എയും ബിയും ചൂസ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ നേരത്തെ കാൽക്കുലേറ്റർ മെത്തേഡ് പറഞ്ഞു. കാൽക്കുലേറ്റർ നമുക്ക് ഉത്തരം കിട്ടി 2.09455 ആണെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് അങ്ങ് ഇട്ട് നോക്കുക. 0 1 2 3 അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ എവിടെയാണോ ഏത് വാല്യൂ എന്ന് വെച്ചാൽ മുകളിലത്തെ വാല്യൂ താഴത്തെ വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കണം, ഓപ്പോസിറ്റ്ലി സൈൻഡ് ആയിരിക്കണം. അപ്പോൾ f(2) ചെയ്തപ്പോൾ നമുക്ക് അവിടെ -1 എന്ന് കിട്ടി. f(3) നമ്മൾ ചെയ്തപ്പോൾ +16 എന്ന് കിട്ടി. അപ്പോൾ പ്ലസ് മൈനസ് ഓപ്പോസിറ്റ്ലി സൈൻഡ് ആണ്. മുകളിലുള്ള ആൾ താഴെയുള്ള ആളിനെക്കാട്ടിയും ലെസ് ദാൻ ആണ്. സോ -1 < 16 കറക്റ്റാണ്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3. ആ എയുടെ വാല്യൂ 2 എന്ന് കിട്ടിയത് നമുക്ക് x0 എന്ന് എടുക്കാം. സോ x0 = 2. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻസ് ഐറ്ററേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. x1 = x0 - f(x0/f'(x0). x2 = x1 - f(x1/f'(x1). അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എന്ത് കിട്ടി? x4 = x3 - f(x3/f'(x3). അത് ചെയ്തപ്പോൾ x3യുടെ വാല്യൂ x4ൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ നമ്മുടെ ആൻസർ 2.09455. ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി നമ്മുടെ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ വാല്യൂവിൻ്റെ ആൻസർ എത്രയെന്നൊക്കെ ചോദിക്കാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് √30 യൂസിങ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. അപ്പോൾ √30യുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം, √25 5 ആണ്, √36 6 ആണ്. സോ 5നും 6നും ഇടയ്ക്കാണ് ഈ വാല്യൂ വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുക, √30 എന്ന് കൊടുക്കുക. അപ്പോൾ അതിന് ആൻസർ 5.4772 എന്നാണ്. 5.4772. സോ നമ്മൾ ഇത് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ 2 സ്റ്റെപ്പുകൾ മാത്രം നമ്മൾ പുതിയതായിട്ട് പഠിക്കണം, ബാക്കിയെല്ലാം നമ്മൾ പഴയ സ്റ്റെപ്പ് തന്നെയാണ്. √30ക്ക് x എന്ന് കൊടുക്കുക. സോ x = √30. നിങ്ങളിവിടെ സ്ക്രീനിൽ കാണാം, x = √30. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ √30യുടെ സ്ക്വയർ 30 ആണെന്ന് അറിയാം. എക്സിൻ്റെ സ്ക്വയർ x². സോ x² = 30. ആ 30നെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരിക. സോ എന്തായിട്ട് മാറും? x² - 30 = 0. അപ്പോൾ മുമ്പുള്ള ചോദ്യം എങ്ങനെയായിരുന്നു? x² - സംതിങ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ f(x) എന്ന് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആ ഫോമിലോട്ടായല്ലോ, x² - 30 = 0 എന്നുള്ള. അപ്പോൾ അതിന് f(x) എന്ന് കൊടുക്കുക. അപ്പോൾ ആ കണക്കും ഈ കണക്കും തമ്മിലുള്ള പ്രത്യേകത, f(x) ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അപ്പോൾ f(x) നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യനിലുള്ള വാല്യൂ എടുത്ത് f(x)ലോട്ട് കൊണ്ടുവരിക. അതെങ്ങനെ കൊണ്ടുവന്നു? √30ക്ക് x എന്ന് കൊടുത്തു, x² = 30 എന്നാക്കി, x² - 30 = 0 എന്നാക്കി. എന്നിട്ട് നമ്മൾ f(x)ന് കൊടുത്തു. ഇനി ബാക്കി നമ്മൾ പഴയതുപോലെ ചെയ്താൽ മതി. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, 5നും 6നും ഇടയ്ക്കാണ് ആൻസർ വരുന്നത്. അപ്പോൾ 0 1 2 3 4 5 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? 5ലും 6ലും നെഗറ്റീവ് പോസിറ്റീവ് വരെയും ചെയ്യും, f(5) < f(6) എന്ന് വരെയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം അത്. സോ
എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് മൈനസ് 13 ചെയ്തു. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർഡിൻ്റെ ഡെറിവേറ്റീവ് 2x, 30 ഡെറിവേറ്റീവ് 0. അപ്പോൾ എഫ് ഡാഷ് എക്സ് 2x ആണ്. എയും ബിയും സെലക്ട് ചെയ്യുക. നമുക്കറിയാം 5നും 6നും ഇടയ്ക്കാണ് ഉത്തരം. എഫ് ഓഫ് 0 ഇട്ട് കൊടുക്കുക, നെഗറ്റീവാണ്. എഫ് ഓഫ് 1 ഇട്ട് കൊടുക്കുക, നെഗറ്റീവാണ്. എഫ് ഓഫ് 2 ഇട്ട് കൊടുക്കുക, നെഗറ്റീവാണ്. എഫ് ഓഫ് 3 ഇട്ട് കൊടുക്കുക, നെഗറ്റീവാണ്. എഫ് ഓഫ് 4 ഇട്ട് കൊടുക്കുക, നെഗറ്റീവാണ്. എഫ് ഓഫ് 5 ഇട്ട് കൊടുക്കുക, നെഗറ്റീവാണ്. എഫ് ഓഫ് 6 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? എക്സ് സ്ക്വയർഡ് മൈനസ് 13 എന്നാണ്. അപ്പോൾ 6 സ്ക്വയർഡ് 36, 36 മൈനസ് 30 പ്ലസ് 6 ആണ്. അപ്പോൾ പ്ലസ് ഉത്തരമാണ്. സോ എഫ് ഓഫ് 5 മുകളിലുള്ള ആൾ നെഗറ്റീവ്, താഴെയുള്ള ആൾ പോസിറ്റീവ്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. മുകളിലുള്ള ആൾ നെഗറ്റീവ് ഉത്തരമാണ്, താഴെയുള്ള പോസിറ്റീവ്. അപ്പോൾ മുകളിലുള്ള ആൾ താഴെയുള്ള ആളിനെക്കാളും ലെസ്സർ ആയിരിക്കും. സോ എഫ് ഓഫ് 5 ലെസ് ദാൻ എഫ് ഓഫ് 6 ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എയും ബിയും ചൂസ് ചെയ്യുക. എയും ബിയും ചൂസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 6. സോ എക്സ് ഓഫ് 0 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പഴയതുപോലെ ഐട്രേറ്റീവ് മെത്തേഡ്. x1 ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് x0. x0 5, 5 മൈനസ് എഫ് ഓഫ് 5 ബൈ എഫ് ഡാഷ് 5. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ 5 മൈനസ് ഓഫ് -5 ബൈ 10. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ 5 ഇട്ട് കൊടുത്ത് നോക്കിയേ, 25 മൈനസ് 30 എന്ന് വരും. അപ്പോൾ -5. എഫ് ഡാഷ് എക്സിൽ 5 ഇട്ട് കൊടുത്തേ, 2 × 5 10 എന്ന് വരും. ആൻസർ ചെയ്ത് വരുമ്പോൾ 5.5 എന്ന് വരും. അത് അങ്ങോട്ട് താഴെ ഇട്ട് പോവുക. എന്ന് പറയുമ്പോൾ എന്താണ്? x2 ഇസ് ഈക്വൽ ടു x1 മൈനസ് എഫ് ഓഫ് x1 ബൈ എഫ് ഡാഷ് x1. അപ്പോൾ x1 എന്ന് പറയുന്ന വാല്യൂ അവിടെ കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 5.5 മൈനസ് എഫ് ഓഫ് 5.5 ബൈ എഫ് ഡാഷ് ഓഫ് 5.5. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഉത്തരം 5.47727 എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട x1 x2 കമ്പയർ ചെയ്യുക. അപ്പോൾ ആൻസർ സെയിം അല്ല. അടുത്ത x3യിലോട്ട് പോവുക. അപ്പോൾ x3 ഈക്വൽ ടു x2 മൈനസ് എഫ് ഓഫ് x2 ബൈ എഫ് ഡാഷ് x2 എന്നാണ്. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ആൻസർ 5.477225. നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 5.4772 രണ്ടുപേർക്ക് സെയിം ആണ്. ഇവിടെ കറക്റ്റ് അപ് ടു ഡെസിമൽ പ്ലേസസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കുറച്ചുകൂടെ പ്രിസൈസ് ആവണമെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. സോ ഒരു റിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് സിംപ്സൺസ് മെത്തേഡ് ഈ വീഡിയോയ്ക്ക് മുമ്പ് പഠിച്ചു, ട്രപ്പീസോയിഡൽ ഈ വീഡിയോയ്ക്ക് മുമ്പ് പഠിച്ചു. അതിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് ഇത്തിരി പാടായിട്ട് തോന്നാം. പക്ഷേ ഒരു 4-5 കണക്കുകൾ ചെയ്യുമ്പോൾ ഇത് എളുപ്പമായിട്ടും തോന്നാം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയാണെങ്കിൽ ഈ കണക്ക് വളരെ എളുപ്പമായിട്ട് വരും. സ്റ്റെപ്പ് 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, സ്റ്റെപ്പ് 2 എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, സ്റ്റെപ്പ് 3 ഞാൻ പറഞ്ഞ് കൺഫ്യൂസിങ് ആണ് എയും ബിയും കണ്ടുപിടിക്കുക. പക്ഷേ ഇപ്പോൾ ഈ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പമാണെന്ന്. സ്റ്റെപ്പ് 4 എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് n പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ ഓരോ വാല്യൂസും കണ്ടുപിടിക്കുക, x1 x2 x3 x4 xy. അത് കണ്ടുപിടിച്ചതിന് ശേഷം സെയിം ആണെന്ന്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് സെയിം ആണെന്ന് നോക്കുക. സെയിം ആണെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. സോ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കണക്കുകളും മറ്റു ടോപ്പിക്സുകളും ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.